ഇതൊക്കെ എന്ത് 11 ശരിയായി, ഒരെണ്ണം തെറ്റി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് RT ഓഫീസിന്റെ അവിടെയാണ്. അച്ഛൻ്റെ ലേണേഴ്സ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി എത്ര അറ്റംപ്റ്റ് വേണമെന്ന് പറയാം. ഇപ്രാവശ്യത്തെ ഡ്രൈവിംഗ് ഒക്കെ ഇച്ചിരി സീനാന്നൊക്കെ കേട്ടത്. പക്ഷേ നേരത്തെ പോലെ തന്നെ 20 എണ്ണത്തിൽ 12 ശരിയാക്കിയാൽ മതി. അതല്ല ലേണേഴ്സിന്റെ അല്ല, അല്ലാതെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. ഞാൻ പാസ്സാണോ ഫെയിൽ ആണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തറിയാം. ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഇല്ല, എനിക്ക് കയറുമ്പോഴുണ്ടാവും. 30 സെക്കൻഡ് ഉള്ളട്ടോ. ഒരു ചോദ്യം 30. ഹലോ ഗൈസ്, അപ്പോൾ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കരുതി പുറത്ത് ഭയങ്കര ചൂട്, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും AC ഉള്ള സ്ഥലം നോക്കി നമ്മൾ അങ്ങോട്ട് കയറുക. ഞാനപ്പോൾ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഞാനപ്പോൾ അവിടെ കുറച്ചൊരു AC കയറിയിരിക്കാതെ കരുതി. A few moments later. എത്രണ്ണത്തിന്? എൻ്റെ 12 എന്തോ കാണിച്ചു ചോദ്യം. അതിലെൻ്റെ 11 ശരിയായി, ഒരെണ്ണം തെറ്റി. മനസ്സിലായോ? എടി ആദ്യത്തെ എല്ലാം ശരിയായല്ല, 10ാമത്തെ ചോദ്യം വന്നപ്പോൾ തെറ്റി ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യം വന്നു, അപ്പം അത് ശരിയായി. അപ്പൊ പാസ്ഡൊന്നും പറഞ്ഞ് കാണിച്ചു 11. പാസ്ഡൊന്നും കാണിച്ചില്ലേ? അത് മതിയില്ലേ? ഇനി എന്തിനാ അത് കൂടുതൽ അങ്ങോട്ട് വീഡിയോ പ്രാങ്ക് ചെയ്യാൻ? ആരാ? അമ്മേനെ. നീ പോടിയാണെന്ന് എന്താടി? ഇനി കുഴപ്പമില്ലല്ലേ? അതല്ല, ഇത് ഓപ്പൺ ആവണ്ടായില്ല. അപ്പൊ ഞാൻ കരുതി ഞാൻ ഇനി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്ന, കാരണം അങ്ങനെ വന്നില്ല. ഇനിയും ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചു. ഞാനപ്പൊ തന്നെ പാസ്ഡൊന്നും കണ്ടപ്പോ തന്നെ ഇറങ്ങി ഓടി. ഞാൻ കരുതി ഇനി 11, കാരണം 11 കഴിഞ്ഞപ്പോ തന്നെ അവര് ടിക്കായി. ഒരെണ്ണം തെറ്റിപ്പോയിരുന്നു, ബാക്കിയല്ല ശരി. വീട്ടിൽ പോയിട്ട് അമ്മനെ വിളിച്ചു പറയാം. കുമ്പൻകോണം ന്യൂട്ടല്ല ദോശ. പിന്നെ നിനക്ക് എന്താ പറഞ്ഞ? കോഫിയാ? ഒരു കോഫി, പിന്നെ നെയ് റോസ്റ്റ്. ഇതിന് ഹോട്ടലല്ല, ഷുഗർ സർബത്ത്. വേണ്ട, ഒരു മധുരവും ഇതും കൂടെ കൊഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം. ചുമ്മാ അറിയില്ലല്ലേ ഞാൻ. ന്യൂട്രലില്ലാത്ത ന്യൂട്രലത്. അപ്പൊ ഗൈസ്, ന്യൂട്രല പറഞ്ഞാൽ ഇത്ര ന്യൂട്രല ഇട്ടു. ആവശ്യത്തിന് ലാസ്റ്റ് മട്ടിച്ചെടുക്കണം. സമാധാനം ഞാനൊക്കെ കിടക്കും. വണ്ടി അവിടെ നിന്ന് പറഞ്ഞാട് കൂടി. ഇതാണ് വണ്ടി. ഇതെന്താണിത്? അന്യനോ? അന്യനോടത് അമ്മേ. 3 മാർക്കിന് ഒരു തവണ കൂടി എഴുതിയാൽ മതി. അതെന്താണ്? അത് ആദ്യത്തെ 9 ശരിയാക്കണോ എന്റെ 3 പൊന്നോ കൊടുക്കത്താ. പഠിച്ചിട്ട് ടഫായി. അതെന്താ ഇവര് 12 ചോദ്യം എടുത്തുള്ള അപ്പോഴേക്കും അതല്ലേ പറഞ്ഞത്. ഇല്ലാന്ന് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കണ നീ പറഞ്ഞാ കേൾക്കുവാ. അമ്മ ഇപ്പൊ ആരെടുത്ത് വന്നിട്ടാ
ക്രിസ്ത്യനൊക്കെ അല്ലേ അപ്പൊ അവിടെ അതെന്തേ? പോയിന്ന് 12 എണ്ണം ശരിയാക്കണമായിരുന്നു. എന്റെ ആ 3 എണ്ണം പോയിക്കണം. ഇനി രണ്ടാമത് ഇനി നോ പ്രോബ്ലം. എന്താ ജയിച്ചെന്ന് എനിക്ക് മനസ്സിലായി. If you are bad, I am your dad. ആര് ജയിക്കാൻ? എന്റെ മോള് ജയിക്കാതിരിക്കുവാ. ഇവിടെ ഇച്ചുകൂടി ജയിച്ചാ റാങ്കിലാ ഒത്തില്ല എന്താണ് ഒത്തില്ല എടാ കേട്ടാ അത് കേട്ടാ ഇയാൾ കേട്ടാ അറിയാന്ന്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ ഇപ്പൊ ഭയങ്കര പാടാണല്ലോ ഇപ്പൊ ലൈസൻസ് നേരത്തെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ ഭയങ്കര ടഫായിട്ടുള്ള ഇതൊക്കെ അല്ലേ കൊടുക്കണേ. ഇല്ല ഞാനൊന്ന് പോയായിരിക്കും അത് തന്നെ വലിയ പണിയൊന്നുമില്ല. വല്യമ്മേ എടി വല്യമ്മേ നീ എന്തോക്കണേടി നീ? നിനക്ക് വണ്ടി ഓടിക്കുന്ന അറിയോടോ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോടാ ഈ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ.